വെൽക്കം ടു കേസ് മെൻഡർ. സോ എല്ലാവരും ബിൽക്കിസ് ബാനു കേസിലെ വിധിയെല്ലാം കേട്ട് കാണും, അല്ലെങ്കിൽ അതിൽ സന്തോഷിച്ചിരിക്കുന്നവരായിരിക്കും. നമ്മൾ ഏതൊരു എൻഡിലെത്തിക്കഴിഞ്ഞാലും അവസാനം ജസ്റ്റിസ് തന്നെ ഡെലിവേർഡ് ആവും എന്നതിൻ്റെ ഒരു സൂചന, അല്ലെങ്കിൽ നമ്മുടെ ഈ കോടതികളിലെല്ലാം ഒരു സാധാരണക്കാരൻ വെച്ച് പുലർത്തുന്ന വിശ്വാസം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പല കേസുകളിലൂടെ കോടതി ഊട്ടിയുറപ്പിക്കലുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെയും നടന്നു എന്ന് നമുക്ക് ആശ്വസിക്കാം. സോ ഈ കേസിനെ കുറിച്ച് വളരെ വലിയൊരു കേസാണ്, അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് നിൽക്കുന്ന ഒരു കേസാണ്. അതിലെ ഈ ഒരു പ്രധാനപ്പെട്ട ഘട്ടം, അല്ലെങ്കിൽ ഈ വെറുതെ വിട്ട പ്രതികളെ വീണ്ടും തിരിച്ച് ജയിലിലോട്ട് പോകണമെന്ന് സുപ്രീം കോടതി പറയുന്ന ഒരു അവസ്ഥയിലോട്ട് ഈ കേസ് എങ്ങനെ എത്തി എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം. അപ്പോൾ കേസ് എന്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിരിക്കും. 2002 ഗുജറാത്തിൽ നടന്ന അൺഫോർച്ചുനേറ്റ് ആയ സംഭവങ്ങളും അതിനെ തുടർന്ന് ബിൽക്കിസ് ബാനുവും അവരുടെ കുടുംബത്തിലെ 7ഓളം മെമ്പർമാരും എന്ത് ചെയ്യപ്പെട്ടു, മർഡർ ചെയ്യപ്പെട്ടു. ബിൽക്കിസ് ബാനുവും ഗ്യാങ് റേപ്പ് ചെയ്യപ്പെട്ടു, അതും സ്വന്തം മകളെടുത്തുള്ള സമയത്ത്. ആൻഡ് ആ ഒരു ഇൻസിഡന്റിന് ശേഷം കേസുമായിട്ട് പോയി. അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ചില നിസ്സഹകരണങ്ങളും അതിനെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷനിലോട്ടും തുടർന്ന് സുപ്രീം കോടതിയിലോട്ടൊക്കെ എന്ത് ഈ കേസ് എത്തി. ആൻഡ് അവിടെയാണ് 2003 സുപ്രീം കോടതി ഒരു പോസിറ്റീവായ സ്റ്റെപ്പ് എടുക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞു ഈ കേസ് CBIക്ക് ട്രാൻസ്ഫർ ചെയ്യണം, മാത്രമല്ല ട്രയൽ ഇനി ഗുജറാത്തിൽ നടത്താൻ പറ്റില്ല, മഹാരാഷ്ട്രയിൽ നടത്തണം. അങ്ങനെ ബോംബെയിലുള്ള ഒരു സ്പെഷ്യൽ കോർട്ടിലോട്ട് ഈ കേസ് മാറുന്നു. അങ്ങനെയാണ് 2008 ഇതിൻ്റെ വിധി വരുന്നത്. വിധി പ്രകാരം 11 മെൻ, ഈ ഒരു ഇൻസിഡൻറ്റ് ഉൾപ്പെട്ട 11 ആളും കൺവിക്റ്റഡ് ആണെന്നും ആൻഡ് അതുമാത്രമല്ല അവർക്ക് ലൈഫ് ഇംപ്രിസൺമെൻറ്റ് ശിക്ഷയായിട്ട് കൊടുക്കാനും സ്പെഷ്യൽ കോടതി തീരുമാനിക്കുന്നു. കേസ് പിന്നീട് 2016 ബോംബെ ഹൈക്കോടതി ഇതേ സെന്റൻസ് അംഗീകരിച്ചുകൊണ്ടുള്ള വിധി പ്രഖ്യാപിക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം 2019 ഈ കേസിന്റെ ഭാഗമായിട്ട്, അപ്പോൾ അവർ ഇംപ്രിസൺമെന്റ് അനുഭവിച്ച് കഴിഞ്ഞ്, അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് 2019 സുപ്രീം കോടതി വേറൊരു സുപ്രധാനമായ വിധി പ്രഖ്യാപിക്കുന്നത്. 50 ലക്ഷം രൂപ കോമ്പൻസേഷൻ ആയിട്ട് ബിൽക്കിസ് ബാനുവിന് ഗുജറാത്ത് ഗവൺമെന്റ് കൊടുക്കണം. ആൻഡ് ഇത് പിന്നീട് 5 ലക്ഷമായി കൊടുക്കാൻ ശ്രമിച്ചതും അതിനെ തുടർന്ന് അവരത് നിരസിച്ചതും പിന്നീട് വീണ്ടും അത് ടോപ്പ് കോർട്ടിൽ എത്തുന്ന രീതിയിലോട്ട കാര്യങ്ങൾ മുന്നോട്ട് പോയി. പക്ഷേ അതിനിടയ്ക്കാണ് 2022 ഈ കേസിലെ തന്നെ ഒരു പ്രതിയായ, അല്ലെങ്കിൽ ഈ കേസിലെ തന്നെ ഒരു പ്രതി, ഞങ്ങൾ 15 കൊല്ലത്തോളം, അല്ലെങ്കിൽ ഞാൻ 15 കൊല്ലത്തോളം ഇംപ്രിസൺമെന്റ് അനുഭവിച്ചു, ഇനി എനിക്ക് റെമിഷൻ വേണം. സോ റെമിഷൻ, പാഡൺ തുടങ്ങിയ വാക്കുകളെല്ലാം നിങ്ങൾ മുമ്പും കേട്ട് കാണും. ഒരാളെ കൺവിക്റ്റഡ് ആയ ആള് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തെ, അല്ലെങ്കിൽ അവരെ കുറ്റവിമുക്തരാക്കുന്ന അവസ്ഥയാണ് ഇതെല്ലാം. ഇപ്പോൾ പാഡൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി മാപ്പ് കൊടുക്കുക, ഇവൻ അദ്ദേഹത്തിന് മേലിൽ എന്തെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ വരെ ഇല്ലാതാകുന്ന അവസ്ഥ. ആൻഡ് റെമിഷൻ പോലെയുള്ള, കമ്മ്യൂട്ടേഷൻ പോലെയുള്ള ബാക്കി നടപടികളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ലൈക്ക് അവരെ ശിക്ഷ 10 കൊല്ലം എന്നുള്ളത് 7 കൊല്ലാക്കുക, അല്ലെങ്കിൽ ശിക്ഷയുടെ രീതി തന്നെ, നാച്ചുറൽ തന്നെ മാറ്റുക തുടങ്ങിയ കാര്യങ്ങൾ. അത്തരത്തിലുള്ളതാണ് റെമിഷൻ എന്ന് പറഞ്ഞാൽ അവരെ ശിക്ഷ ഇളവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുന്നു. അങ്ങനെ ഇവരെ എസ്പെഷ്യലി രാധേശ്യാം ഷാ എന്നൊരാൾ, ഈ ഒരു 11 കൺവിക്റ്റിൽ ഒരാളായിരുന്നു, അങ്ങേര് കോടതിയെ അപ്രോച്ച് ചെയ്യുന്നു, ഞങ്ങൾക്ക് ഇതിൽ ഇളവ് വേണം പറഞ്ഞ്. അങ്ങനെ സുപ്രീം കോടതി എന്ത് ചെയ്തു? സുപ്രീം കോടതി ഈ ഒരു സമയത്ത് നമ്മളിനി ചില ഇതിൻ്റെ ലീഗൽ പ്രൊവിഷൻസ് ഒക്കെ പറയും. ആ ഒരു ലീഗൽ പ്രൊവിഷൻസിലുള്ള ഒരു കാര്യമാണ് അപ്രോപ്രിയേറ്റ് ആയ, അല്ലെങ്കിൽ ഏതാണോ തീരുമാനിക്കാൻ, ഇതിൽ റെമിഷൻ തീരുമാനിക്കാൻ, ഇളവ് അല്ലെങ്കിൽ കൊടുക്കാൻ തീരുമാനിക്കേണ്ട ഗവൺമെന്റ് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, റെമിഷൻ നൽകാൻ. അങ്ങനെ കോടതി പറഞ്ഞു ഗുജറാത്ത് ഗവൺമെന്റ് ആണ് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ്. സോ ഗുജറാത്ത് ഗവൺമെന്റിന് തീരുമാനിക്കാം എന്ത്, ഇവരെ ഈ ഒരു രാധേശ്യാം ഷായുടെ കാര്യത്തിലുള്ള ഡിസിഷൻ. ആൻഡ് അതിനെ തുടർന്ന് ഉടനെ നിങ്ങൾക്ക് ഊഹിക്കാം ബാക്കി 10 ആൾക്കാരും ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടി ഞങ്ങൾക്ക് റെമിഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് 2022 ഈ 11 പേരെയും വെറുതെ വിടാൻ വേണ്ടി, അല്ലെങ്കിൽ റെമിഷൻ കൊടുക്കാൻ വേണ്ടി ഗുജറാത്ത് ഗവൺമെന്റ് തീരുമാനിക്കുന്നു. അത് വലിയ മനുഷ്യാവകാശത്തിന്റെ മേലെയുള്ള ലംഘനമാണെന്നും റൂൾ ഓഫ് ലോയുടെയൊക്കെ ലംഘനമാണെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇതിനെ എതിർത്തുകൊണ്ട് സ്ത്രീകളും ഒക്കെ ഇന്ത്യയിൽ മുന്നോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ഈ കേസ് വീണ്ടും സുപ്രീം കോടതിയിലോട്ട് എത്തുന്നു. അങ്ങനെ 30 നവംബർ 2022 ബിൽക്കിസ് ബാനു തന്നെ ഗുജറാത്ത് ഗവൺമെന്റ് ഡിസിഷൻ ചലഞ്ച് ചെയ്തുകൊണ്ട് കോടതിയിൽ എത്തുന്നുണ്ട്. പക്ഷെ കോടതി അത് അൺഫോർച്ചുനേറ്റ്ലി ഡിസംബർ 2022 ആ പ്ലേ ഡിസ്മിസ് ചെയ്യുന്നു. പക്ഷേ പിന്നീട് ആ കേസ് നീണ്ടുപോയി. അവസാനം January 8 കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ത് ചെയ്തു? സുപ്രീം കോടതി തന്നെ മുമ്പുള്ള അഭിപ്രായത്തെ റിവേഴ്സ് ചെയ്തുകൊണ്ട് വലിയൊരു സുപ്രധാനമായ തീരുമാനം ഇന്ത്യൻ ജുഡീഷ്യൽ ഹിസ്റ്ററിയിൽ എടുത്തു. എന്താണ്? ആ 11 കൺവിക്റ്റുകളെ അവരെ റെമിഷൻ കൊടുത്ത ആ ഒരു ഡിസിഷനെ കോഷ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ 2 ആഴ്ചയ്ക്കുള്ളിൽ തിരിച്ച് ജയിൽ അതോറിറ്റിയുടെ മുന്നിൽ റിപ്പോർട്ട് ചെയ്യണം. അതായത് അവരെ റെമിഷൻ ഇല്ലാതായി, അവരെ ജയിൽ ടേം ഇനി
കണ്ടിന്യൂ ചെയ്യും. കാരണം പലപ്പോഴും സുപ്രീം കോടതി മുമ്പും പറഞ്ഞിട്ടുണ്ട്, ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത് അവരെ അവസാന ശ്വാസം വരെ തന്നെയാണ്. പല മാനുഷിക അവകാശങ്ങളും പരിഗണിച്ചുകൊണ്ട് നമ്മൾ ചില സന്ദർഭങ്ങളിൽ അത് റിമിഷൻ ചെയ്ത് കൊടുക്കലുണ്ട്. ഈ ഒരു കേസിൽ അവർക്കതിന് യോഗ്യതയില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് ആ റിമിഷൻ കൊടുത്ത നടപടി തെറ്റാണ് എന്ന നിഗമനത്തിൽ സുപ്രീം കോടതി എത്തി. ഇത് പറയുന്ന സമയത്ത് ആസ് എ ആസ്പിരൻസ് അല്ലെങ്കിൽ ആസ് എ പബ്ലിക് നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യയിലുള്ള റെമിഷൻ ലോസ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് റെമിഷൻ ലോയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇവിടെയാണ് 2 തരത്തിൽ ഇന്ത്യയിൽ റെമിഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറ്റയിളവ് കൊടുക്കാൻ പറ്റും. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഭരണഘടനയിൽ തന്നെ റെമിഷൻ കൊടുക്കാവുന്ന 2 പ്രൊവിഷൻസ് ഉണ്ട്. അണ്ടർ ആർട്ടിക്കിൾ 72 ആർട്ടിക്കിൾ 161. ഇത് രണ്ടും ഇന്ത്യൻ പ്രസിഡന്റിനും അതേപോലെ സംസ്ഥാനങ്ങളുടെ ഗവർണർക്കും എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അധികാരമായി കൊടുത്തിരിക്കുന്നത്. ആൻഡ് വേറൊന്ന് ഇന്ത്യൻ നിയമങ്ങളിൽ എസ്പെഷ്യലി CRPCയിൽ എന്തുണ്ട്, ഇത്തരത്തിലുള്ള ഒരു റെമിഷൻ കൊടുക്കാനുള്ള അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ഉണ്ട്. ആൻഡ് അത് രണ്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പ്രൊവിഷനായ ആർട്ടിക്കിൾ 72. ഇവൻ ദോ ഒരു പ്രസിഡന്റ് എന്നുള്ളത് ഒരു എക്സിക്യൂട്ടീവ് അതോറിറ്റിയാണ്, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹെഡാണ്. പക്ഷെ അതേ എക്സിക്യൂട്ടീവ് അതോറിറ്റി ചില ജുഡീഷ്യൽ ഫങ്ഷൻസും ചെയ്യും, അല്ലെങ്കിൽ കോടതി ചെയ്യേണ്ട പണികളും ചെയ്യും. അങ്ങനെ നമ്മുടെ പ്രസിഡന്റിന്റെ കയ്യിലുള്ള ഒരു ജുഡീഷ്യൽ പവറാണ് ആർട്ടിക്കിൾ 72 പ്രകാരമുള്ള പാർഡനിങ് പവർ എന്നുള്ളത്, മാപ്പ് കൊടുക്കുക. സോ ആർട്ടിക്കിൾ 72 പറയുന്നത് എന്താണെന്ന് നോക്കിയേ. The president shall have the power to grant pardons, reprieve, respite, remissions of punishment, or to suspend or remit or commute the sentence of any person convicted of any offense എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റിന് ഈ പറയുന്ന വാക്കുകളെല്ലാം ഈ റെമിഷനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളാണ്. ലൈക്ക് പാഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായി കുറ്റവിമുക്തനാക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശിക്ഷ ഒരു രീതിയിൽ നിന്ന് വേറെ രീതിയിലോട്ട് മാറ്റുന്നു, ഇളവ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഇതിനെല്ലാം അറിയേണ്ടത് എങ്ങനെയാണ്? റെപ്രൈവ് ആയിക്കോട്ടെ, റെസ്പെക്റ്റ് ആയിക്കോട്ടെ, റിമിഷൻ ആയിക്കോട്ടെ, ഒക്കെ എന്താ ചെയ്യുന്നത്? ശിക്ഷ ഇളവ് നൽകലാ ചെയ്യുന്നത്. ചില സമയത്ത് അവരുടെ അവസ്ഥ, അപ്പോൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണ്, സ്ത്രീയാണ്, അത്തരം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവർക്ക് ഇളവ് നൽകുന്നതായിരിക്കാം. ഇല്ലെങ്കിൽ അവരെ ടേമിൻ്റെ അളവ് അത് കുറയ്ക്കുന്നതായിരിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയ വീഡിയോ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് വേറെ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ പർപ്പസ് അതല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലോട്ട് കടക്കുന്നില്ല. ബേസിക്കലി പാഠം ചെയ്യാൻ, അല്ലെങ്കിൽ കുറ്റവിമുക്തനാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ശിക്ഷയുടെ ഇളവ് നൽകാൻ വേണ്ടി ആർക്ക് പറ്റും? പ്രസിഡന്റിന് പറ്റും, അണ്ടർ ആർട്ടിക്കിൾ 72. ഇവൻ കോർട്ട് മാർഷ്യലിലടക്കം, അല്ലെങ്കിൽ കോർട്ട് മാർഷ്യൽ നടക്കുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ കോർട്ട് മാർഷ്യൽ പ്രകാരം ശിക്ഷ നൽകിയ ആൾക്കടക്കം എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന രീതിയിൽ ഇളവ് കൊടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? അധികാരം പ്രസിഡന്റിനുണ്ട്. ആൻഡ് മാത്രമല്ല, യൂണിയന്റെ എക്സിക്യൂട്ടീവ് പവർ എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നോ ആ കാര്യത്തിലെല്ലാം ഇളവ് കൊടുക്കാനും ആർക്ക് പറ്റും? പ്രസിഡന്റിന് പറ്റും. ഇവൻ ഡെത്ത് സെന്റൻസ് ആണെങ്കിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഇളവ് നൽകാനുള്ള അധികാരം ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. പക്ഷേ ഇത് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. പ്രസിഡന്റിന് പാർഡൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് പ്രസിഡന്റിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിഷണറി പവർ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ, അവർ പറയുന്ന രീതിയിൽ അവരുടെ ഹെഡ് ആൻഡ് അഡ്വൈസോടെ മാത്രം വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഇന്ത്യൻ പ്രസിഡന്റ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു അവരെ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ പറഞ്ഞാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ? ഈ ഒരു കാര്യത്തിൽ പാർഡൺ ചെയ്യാനുള്ള അധികാരം ആർക്കുള്ളൂ? പ്രസിഡന്റിനുള്ളൂ. അല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് പാർഡൺ ചെയ്യാൻ ആർക്ക് പറ്റില്ല? പ്രസിഡന്റിന് പറ്റില്ല എന്നതുകൂടെ നിങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കണം. ആൻഡ് ഇതേ പവർ എൻജോയ് ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ ഒരു ഹെഡ് ഉണ്ട്, അയാളാണ് ഗവർണർ. സോ ഗവർണർക്കും ഇതേ പവേഴ്സ് എല്ലാം ഉണ്ട്. ഇതേ അധികാരം സംസ്ഥാനത്ത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ആര്? ഗവർണർ. അല്ലെങ്കിൽ എന്താണോ പ്രസിഡന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് പാർഡൺ ചെയ്യാനുള്ള അധികാരം ഉപയോഗിക്കുന്നത്, അതേപോലൊരു ജുഡീഷ്യൽ പവർ ആര് എൻജോയ് ചെയ്യുന്നുണ്ട്? ഗവർണർ എൻജോയ് ചെയ്യുന്നുണ്ട്. 161 പറയുന്നത് എന്താ? ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഷാൾ ഹാവ് ദ പവർ ടു ഗ്രാന്റ് പാർഡൺസ്, reprieve, respite and remissions of punishment, or to suspend, remit or commute the sentence of any person convicted of any offense against any law relating to a matter of his executive power of the state extent. So ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ശിക്ഷകളെയും റിമിറ്റ് ചെയ്യാനും പാർഡൺ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? സംസ്ഥാനത്തിൻ്റെ ഗവർണർമാർക്കുണ്ട്. എവിടം വരെ? ആ സംസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് പവർ എവിടെ വരെയാണോ നീളുന്നത് അതുവരെ എന്തുണ്ട്? ഇവർക്കും പാർഡൺ ചെയ്യാനുള്ള അധികാരമുണ്ട്. സോ ഇവിടെയും ആലോചിക്കേണ്ട കാര്യം ഇതാണ്. ഇതേ സംസ്ഥാനത്ത് ഇങ്ങനെ ഗവർണർക്ക് അധികാരം കൊടുത്തെങ്കിലും ഗവർണർക്ക് ആ ഒരു അധികാരം സംസ്ഥാനത്തെ മന്ത്രിമാരുടെയും ഹെഡഡ് ബൈ മുഖ്യമന്ത്രിയുടെയും ഉപദേശത്തോടുകൂടെ മാത്രമേ എക്സസൈസ് ചെയ്യാൻ പറ്റൂ എന്നതുകൂടെ
കൂടെ മനസ്സിലാക്കണം. ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർഡനിങ് പവേഴ്സിനെ കുറിച്ച് നമ്മൾ കണ്ടു. അടുത്ത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇതേ പാർഡനിങ് പവർ അല്ലെങ്കിൽ റെമിഷൻ പവർ ഉള്ള വേറൊരു നിയമം നമ്മുടെ നാട്ടിലുണ്ട്. അതാണ് CRPC. അല്ലെങ്കിൽ CRPCയിലെ ചില പ്രൊവിഷ്യൻസും റെമിഷൻ ചെയ്യാനുള്ള അധികാരം ചില ആൾക്കാർക്ക് നൽകുന്നുണ്ട്. CRPCയിലെ സെക്ഷൻ 432 പ്രകാരം അതത് ഗവൺമെന്റുകൾക്ക്, ഞാനിവിടെ കളർ ചെയ്യുന്നത്, അപ്രോപ്രിയേറ്റ് ഗവൺമെന്റുകൾക്ക് ആ നാട്ടിൽ ചെയ്ത അല്ലെങ്കിൽ ആ നാട്ടിൽ കൺവിക്റ്റഡ് ആയ ആൾക്കാർക്ക് റിമിഷൻ കൊടുക്കാനുള്ള അധികാരമുണ്ട്. ഇപ്പം നിങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേക്കും റിപ്പബ്ലിക് ഡേക്കൊക്കെ ഒരുപാട് പേരെ പുറത്തു വിടുന്നോ കണ്ടു കാണും, അവരെ ശിക്ഷ ഇളവ് ചെയ്തിട്ട്. അതിനുള്ള ലീഗൽ അല്ലെങ്കിൽ അതിനുള്ള സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് നൽകുന്നത് ഇത്തരം CRPC പ്രൊവിഷൻസ് ആണ്. ലൈക്ക് CRPC സെക്ഷൻ 432 പറയുന്നത് എന്താണെന്ന് നോക്കിയാൽ, പവർ ടു സസ്പെൻഡ് ഓർ റിമിറ്റ് ദ സെന്റൻസ്. ആർക്കാ പറഞ്ഞിരിക്കുന്നത്? വെൻ എനി പേഴ്സൺ ഹാസ് ബീൻ സെന്റൻസ് ടു പണിഷ്മെന്റ് ഫോർ ആൻ ഒഫൻസ് ദി അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ്. ഈ വാക്ക് സൂക്ഷിക്കണേ, ഇതിലാണ് സുപ്രീം കോടതി ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്താ? മേ അറ്റ് എനി ടൈം വിത്തൗട്ട് കണ്ടീഷൻസ് ഓർ അപ്പോൺ കണ്ടീഷൻസ് സെന്റൻസ് എക്സെപ്റ്റ് സസ്പെൻഡ് ദി എക്സിക്യൂഷൻ ഓഫ് സെന്റൻസ് ഓർ ടു റിമിറ്റ് ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ദി പണിഷ്മെന്റ് വിച്ച് ഹാസ് ബീൻ സെന്റൻസ്ഡ്. പണിഷ്മെന്റ് കൊടുത്ത ആൾക്കാർക്ക് റിമിറ്റ് ചെയ്യാൻ വേണ്ടി, അത് വിത്ത് കണ്ടീഷൻ ആവാം വിത്തൗട്ട് കണ്ടീഷൻ ആവാം, ആർക്ക് അധികാരമുണ്ട്? അതത് ഗവൺമെന്റുകൾക്ക്, അപ്രോപ്രിയേറ്റ് ഗവൺമെന്റുകൾക്ക്. അപ്പൊ അവിടെ ചോദ്യം ഇതാണ്, ആരാണ് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് എന്നുള്ളത്. അതിന് അവിടെയാണ് സുപ്രീം കോടതി ഇപ്പോൾ ഒരു വിധിയും പറഞ്ഞിരിക്കുന്നത്. ഇതിന് കൂട്ടത്തിൽ തന്നെ അറിയേണ്ട വേറൊരു ക്ലോസ് ആണ് CRPCയിലെ തന്നെ സെക്ഷൻ 433A. ഇത് പറയുന്നത് നിങ്ങൾ പൊതുവെ പത്രവായനയിലൂടെയൊക്കെ നിങ്ങൾ കേട്ട കാര്യം തന്നെയായിരിക്കും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താ പറയുന്നത്, ഇതേ റെമിഷൻ ചെയ്യുമ്പോൾ ഒരു കണ്ടീഷനാണ്. സോ നിങ്ങൾ റെമിഷൻ ചെയ്യുന്ന സമയത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, വേറെ സെന്റൻസ് ഓഫ് ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ഈസ് ഇമ്പോസ്ഡ് ഓൺ കൺവിക്ഷൻ ഓഫ് എ പേഴ്സൺ of an offense of which one of the punishment provided by law or where a sentence of death imposed on a person has been commuted under section 433 into imprisonment. അതായത് അവർ ചെയ്ത കുറ്റം എന്നുള്ളത്, അവർക്ക് ലൈഫ് ഇംപ്രിസൺമെന്റ് കൊടുത്തിരിക്കുന്നു, പക്ഷെ അവർ ചെയ്ത കുറ്റം എന്നുള്ളത് എന്താണ്? ഓഫ് വിച്ച് നമ്മുടെ നിയമങ്ങളിൽ ഡെത്ത് സെന്റൻസ് ആണ് ഒരു ശിക്ഷയായി കൊടുക്കാവുന്നത്. അല്ലെങ്കിൽ ഓർ വേറെ സെന്റൻസ് ഓഫ് ഡെത്ത് ഈസ് ഇമ്പോസ്ഡ് ഓൺ എ പേഴ്സൺ ഹാസ് ബീൻ കമ്മ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 433 into one of the ഫോർ ലൈഫ്. വളരെ സിമ്പിളായ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഒരു ഡെത്ത് പെനാൾട്ടി കൊടുക്കാവുന്ന കുറ്റം ചെയ്ത ഒരാളെയാണ് നിങ്ങൾ റിമിഷൻ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഡെത്ത് പെനാൾട്ടി കൊടുത്ത ഒരാളുടെ ശിക്ഷ ലൈഫ് ഇംപ്രിസൺമെന്റ് ആയിട്ടാണ് കമ്മ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ റെമിറ്റ് ചെയ്യുന്നതെങ്കിൽ, റെമിഷൻ നടത്തുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അദ്ദേഹം മിനിമം 14 വർഷമെങ്കിലും ഇംപ്രിസൺമെന്റ് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഈ ഒരു കേസിൽ 15 കൊല്ലം കഴിഞ്ഞു എന്നുള്ള വാദം അവിടെ വരും. അതവിടെ നിൽക്കട്ടെ. അതിൽ പരോളൊക്കെ കഴിഞ്ഞിട്ട് എഫക്റ്റീവ് ഇംപ്രിസൺമെന്റ് എത്രയാണെന്നുള്ള കാര്യത്തിലൊക്കെ കോടതി ഈ വിധിയിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. നമുക്ക് അത്രയും വല്ലാത്ത ഡീറ്റെയിൽസിലോട്ടും പോകണ്ട. എങ്കിലും ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ അറിയിക്കണം. ഇതാണ് നിങ്ങൾ പലപ്പോഴും 14 കൊല്ലം കഴിഞ്ഞാൽ വേണമെങ്കിൽ പുറത്ത് വിടാ എന്ന് നിങ്ങൾ കേൾക്കുന്നത്. അല്ലാതെ ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്ത് തന്നെയാണ്? ലൈഫ് ഇംപ്രിസൺമെന്റ് തന്നെയാണ്. പക്ഷേ ഇതിന് വേറൊരു ക്ലോസ് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ടത് CRPCയിലെ തന്നെ സെക്ഷൻ 435 കുറിച്ചാണ്. അതും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രൊവിഷനാണ്. കാരണം ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് റിമിഷൻ ചെയ്യുന്ന സമയത്ത്, ഒരു വിധിയെ റിമിഷൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു കേസ് അന്വേഷിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആ ക്ലോസ് തന്നെ വായിച്ചു തരാം, നോക്കാം. The powers enforced by 432, 433 upon the state government to remit or commute a sentence in any case where the sentence is an offence which was investigated by the Delhi Special Police Establishment constituted under the Delhi Special Police Establishment Act of 1946 or by any agency empowered to make investigation into an offence under Central Act other than this code. So സെൻട്രൽ ആക്ട് പ്രകാരം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ബാധ്യതപ്പെട്ട ഒരു ഏജൻസിയാണ് ഇത് അന്വേഷിച്ചതെങ്കിൽ അത്തരം കാര്യത്തിൽ റിമിഷൻ നടക്കുമ്പോൾ, ഇപ്പൊ ഈ കേസിൽ നമ്മൾ പറഞ്ഞു CBI ആണ് അന്വേഷിച്ച്. സോ 435 ബാധകമായി അല്ലെ? എന്ത് ചെയ്യണമായിരുന്നു? ഷാൾ നോട്ട് ബി എക്സസൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സെപ്റ്റ് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റുമായിട്ട് കൺസൾട്ട് ചെയ്യാതെ ഇത്തരത്തിലുള്ള റിമിഷൻ നടത്താനും പാടില്ല എന്നതാണ് CRPC പ്രൊവിഷൻ തന്നെ പറയുന്നത്. അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫോം വരുന്ന സമയത്തും അല്ലെങ്കിൽ നാഗരിക സുരക്ഷാ സംഹിത വരുന്ന സമയത്തെല്ലാം ഇതേ പ്രൊവിഷൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളും ഇതും കോടതി നിരീക്ഷിച്ചതാണ്. ആൻഡ്
ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എല്ലാം കണ്ട ശേഷം നിങ്ങൾ ഇനി അടുത്തറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ജുഡീഷ്യറി കുറച്ച് കാലങ്ങളായിട്ട് ഈ റെമിഷൻ കേസുകളിൽ എടുത്തിരിക്കുന്ന വാദം എന്താ. ഇപ്പം ഞാൻ ഈ ബാക്കി കോൺസ്റ്റിറ്റ്യൂഷനിലും ലീഗൽ പ്രൊവിഷൻ പറഞ്ഞ സമയത്ത് നിങ്ങളുടെ പൊതുവെയുള്ളൊരു ഡൗട്ടായിരിക്കും, അങ്ങനെയാണെങ്കിൽ ഇന്ന് കൺവിക്റ്റഡ് ആയ ഒരാളെ നാളെ വേണമെങ്കിലും ഒഴിവാക്കിക്കൂടെ, അല്ലെങ്കിൽ ശിക്ഷ ഇളവ് ചെയ്ത് കൊടുത്തുകൂടെ. അപ്പോൾ അതിൽ പക്ഷേ അത്തരത്തിലുള്ള ഒരു മാലഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള റീസണബിൾ അല്ലാത്ത തീരുമാനങ്ങൾ എടുക്കാൻ പക്ഷെ ആര് സമ്മതിക്കില്ല? കോടതി സമ്മതിക്കില്ല എന്നതുകൂടെ നിങ്ങൾ അറിയണം. പക്ഷെ ആ അധികാരം ആരുടെ കയ്യിലുണ്ട്? ഗവൺമെന്റുകളുടെ എക്സിക്യൂട്ടീവിന്റെ കയ്യിൽ കൊടുത്തു എന്നുള്ളത് അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളതും നമ്മൾ വളരെ ശ്രദ്ധയോടെ കാണേണ്ട ഒന്നാണ്. ഇപ്പം സ്റ്റേറ്റ് ഓഫ് ഹരിയാന ആൻഡ് അതേഴ്സ് വേഴ്സസ് രാജ്കുമാർ കേസിൽ സുപ്രീം കോടതി പറഞ്ഞ ഒരു നിരീക്ഷണമുണ്ട്. നോക്കിയേ, ദി പവർ അണ്ടർ ആർട്ടിക്കിൾ 161 എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ്? ഗവർണർമാർക്ക് ഇത്തരത്തിലുള്ള ശിക്ഷ ഇളവ് ചെയ്യാനുള്ള അധികാരം അല്ലെ. 161 of the Constitution can be exercised by the state governments, not by the governor on his own. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം. എന്താണ്? ഗവർണർക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ മന്ത്രിസഭയുടെ എയ്ഡ് ആൻഡ് അഡ്വൈസോടെ മാത്രമേ ഈ പാർഡനിങ് പവർ എന്ത് ചെയ്യാൻ പറ്റൂ? എക്സസൈസ് ചെയ്യാൻ പറ്റൂ. ആൻഡ് ദ അഡ്വൈസ് ഓഫ് ദി അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് ബൈൻഡ്സ് ദ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. അത് ആ ഒരു തീരുമാനം, ദാറ്റ് അഡ്വൈസ് ഈസ് ബൈൻഡിങ് ഓൺ ദ ഗവർണർ. ഗവർണർക്ക് അതിനെതിരായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് അനുസരിക്കാനേ പറ്റൂ. മാത്രം പിന്നെയോ, ദി റെമിഷൻ അണ്ടർ ദി ആർട്ടിക്കിൾ 161 of Constitution will override the section 433A of the code if the state government decide to be governed of its constituent power. Article 161 ഇല്ലാതെയും 433 പ്രകാരം 433 ആർട്ടിക്കിൾ 161 ഇല്ലാതെയും അപ്രോപ്രിയേറ്റ് ഗവൺമെന്റുകൾക്ക് ഈ ഒരു പവർ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, അതായത് 433A പ്രകാരം 14 കൊല്ലം കഴിഞ്ഞാലേ ഒരാളെ പുറത്തുവിടാൻ പറ്റൂ എന്നുള്ള തടസ്സം എന്തിനില്ല? ആർട്ടിക്കിൾ 161 പ്രകാരം അല്ലെങ്കിൽ ആർട്ടിക്കിൾ 72 പ്രകാരം ഒരാളെ പുറത്തുവിടുന്ന സമയത്തില്ല. ഇതൊരു ലൂപ്പോളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അധികാരം ഉണ്ട് എന്ന് തന്നെയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സ്റ്റേറ്റ് ഓഫ് ഹരിയാന വേഴ്സസ് രാജ്കുമാർ കേസിൽ കോടതി വീണ്ടും ഭയങ്കര ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. എന്താണ്? It is true that no convict has fundamental right to remission or shortening of sentences. ഇപ്പോൾ നമ്മൾ ഈ ഒരു കേസ് ബിൽക്കിസ് ബാനു കേസിൽ കോടതിയെ അപ്രോച്ച് ചെയ്ത ഒരു കൺവിക്റ്റിനെ കുറിച്ച് പറഞ്ഞു. സോ അദ്ദേഹം 15 കൊല്ലം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ പുറത്തുവിടണം എന്ന ഒരു ആവശ്യമാണ് സുപ്രീം കോടതിയുടെ മുന്നിൽ നേരിട്ട് പോയി വെക്കുന്നത്. സുപ്രീം കോടതിയുടെ മുന്നിൽ നേരിട്ട് പോയിട്ട് എൻ്റെ ലിബർട്ടിയുടെ തടസ്സമാണിത്. അപ്പോൾ കോടതി പറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ മുമ്പത്തെ കോടതി വിധികൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ദർ ഇസ് നോ ഫണ്ടമെന്റൽ റൈറ്റ് ടു റെമിഷൻ. നിങ്ങൾക്ക് ലിബർട്ടി എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലിബർട്ടി എന്നുള്ള ആർട്ടിക്കിൾ 21 പ്രകാരം നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. പക്ഷെ അതിനർത്ഥം നിങ്ങളെ റെമിറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സെന്റൻസ് കുറച്ച് കിട്ടണോ എന്നുള്ളതൊന്നും നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ റിട്ട് പെറ്റീഷനായിട്ടൊന്നും നേരിട്ട് ആർട്ടിക്കിൾ 32 ഉപയോഗിച്ച് സുപ്രീം കോടതിയിലോട്ട് വരാനും നിങ്ങൾക്ക് കഴിയില്ല. മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾസോ ട്രൂ ദാറ്റ് ദ സ്റ്റേറ്റ് ഇൻ എക്സസൈസ് ഓഫ് ഇറ്റ്സ് എക്സിക്യൂട്ടീവ് പവർ of the remission must consider each individual case keeping in view the relevant factors. അതായത് ഓരോ കേസ് ബൈ കേസ് ശ്രദ്ധിച്ച് നോക്കിയ ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ജുഡീഷ്യൽ പവേഴ്സ് എസ്പെഷ്യലി അതൊരു എക്സിക്യൂട്ടീവ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ പാടൂ എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ലംഘനമായി കണ്ടുകൊണ്ടുകൂടിയാണ് കോടതി ഇപ്പോൾ അവരെ തിരിച്ചയക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ആൻഡ് പിന്നീട് എന്താ പറഞ്ഞിരിക്കുന്നത്? ദി പവർ ഓഫ് ദി സ്റ്റേറ്റ് ടു ഇഷ്യൂ ജനറൽ ഇൻസ്ട്രക്ഷൻ സോ ദാറ്റ് നോ ഡിസ്ക്രിമിനേഷൻ ഈസ് മെയ്ഡ് ഈസ് ഓൾസോ പെർമിസിബിൾ ഇൻ ലോ. അതായത് ഇത്തരത്തിലെ കേസുകൾ എടുക്കുന്ന സമയത്ത് അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ലൈക്ക് പൊളിറ്റിക്കലായോ ഒന്നും കാര്യങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടാവരുത് റെമിഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അതൊരു സവിശേഷമായുള്ള അധികാരമാണ്. അത് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെതായ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും കാണിച്ചുകൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പാടൂ? ഉപയോഗിക്കാൻ പാടൂ എന്നതുകൂടെ കോടതി ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടി വായിക്കേണ്ട ഒന്നാണ്, ഇപ്പോൾ ഈ ഒരു കേസിൽ തന്നെ 1992 ഗുജറാത്ത് ഗവൺമെന്റിന്റെ ഒരുപാട് ഗൈഡ് ലൈൻസ് ഉണ്ട് ഈ റെമിഷനായിട്ട് ബന്ധപ്പെട്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് റെമിറ്റ് ചെയ്യണോ കാര്യത്തിൽ
ഗവൺമെന്റ് തീരുമാനം എടുത്തോ എന്ന് തന്നെയാണ് 2022 സുപ്രീം കോടതി പറഞ്ഞത്. ഇപ്പൊ സുപ്രീം കോടതി അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് ഗുജറാത്ത് ഗവൺമെന്റ് അല്ല എന്ന് തന്നെ പറയുന്ന ഘട്ടത്തിലോട്ടെത്തി. പക്ഷെ ഇതല്ലാതെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് എല്ലാം ആഫ്റ്റർ ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഇപ്പൊ ലോ ആൻഡ് ഓർഡർ എന്നുള്ള ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഷെഡ്യൂൾ 7 പ്രകാരം ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. സ്റ്റേറ്റ് തന്നെയാണ് അതിൽ കാര്യങ്ങൾ തീരുമാനം എടുക്കണം. പ്രിസൺ അല്ലെങ്കിൽ എന്നുള്ളതും ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് തന്നെയാണ്. പക്ഷേ എങ്കിലും ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എന്നൊരു വലിയൊരു ഐഡിയ ഇതിന്റെ എല്ലാം പുറത്തുള്ളത് കൊണ്ട് സെൻട്രൽ ഗവൺമെന്റും ഹോം മിനിസ്ട്രിയും എല്ലാം ഈ കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ വെക്കലുണ്ട്, ചില ഗൈഡ് ലൈൻസ് വെക്കലുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഒക്കെ ഭാഗമായിട്ട് 75-ാം വർഷം നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് ഈ ഓഗസ്റ്റ് 15-നും റിപ്പബ്ലിക് ഡേക്കെല്ലാം ഒരുപാട് ആൾക്കാരെ പുറത്തു വിടുന്നതെല്ലാം നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഗവൺമെന്റ് ചില ഗൈഡ് ലൈൻസ് വെച്ചിട്ടുണ്ട്. ലൈക്ക് ആരെയൊക്കെ പുറത്തു വിടാം. ഇപ്പൊ സ്ത്രീകൾ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് അവർ 50 വയസ്സ് ആയ ആൾക്കാരാണ്. ആൻഡ് അവർ 50% ഓഫ് അവർ സെന്റൻസ് എത്രയാണോ കൊടുത്തത് അതിന്റെ പകുതിയോളം അവർ അനുഭവിച്ചു തീർന്നെങ്കിൽ അവരെ പുറത്തു വിടാം. അല്ലെങ്കിൽ മെയിൽ കൺവിക്സ് അവർക്ക് 60 വയസ്സ് കഴിഞ്ഞു, അല്ലെങ്കിൽ വേറെ ആൾ ഫിസിക്കലി ചലഞ്ചഡ് ആയ ഡിസേബിൾഡ് ആയ അല്ലെങ്കിൽ 70% ഡിസബിലിറ്റി ഉള്ള ഒരാൾ അവരും അവർ 50% കഴിഞ്ഞെങ്കിലൊക്കെ അവരെ പുറത്തുവിടാം. ഇത്തരത്തിൽ ഇനിയുണ്ട്. ഇത്തരത്തിൽ ഇതൊരു സൂചന നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ പുറത്തുവിടാനാണ് ഗവൺമെന്റ് ഗൈഡ് ലൈൻസും പറയുന്നത്. നിങ്ങളത് സൂക്ഷിക്കണം. ഇനിയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലും ആരെയൊക്കെയാണ് പുറത്തുവിടുമ്പോൾ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ വെച്ച് ഗവൺമെന്റ്സിനെ കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. സോ അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാർക്ക് റിമിഷൻ കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് റിമിഷൻ കിട്ടാനുള്ള അവകാശമില്ല. അതാരൊക്കെയാ? ഇപ്പൊ ലൈക്ക് ഡെത്ത് സെന്റൻസിന് കൺവിക്റ്റഡ് ആയ ഒരാൾ, വേർ ഡെത്ത് സെന്റൻസ് ഹാസ് ബീൻ കമ്മ്യൂട്ടഡ് ടു ലൈഫ് ഇംപ്രിസൺമെന്റ്. ഡെത്ത് സെന്റൻസിന് കൺവിക്റ്റ് ആയ ഒരാളാണ്, അവരെ ഓൾറെഡി ലൈഫ് ഇംപ്രിസൺമെന്റിലോട്ട് കമ്മ്യൂട്ട് ചെയ്ത ആൾക്കാരാണ്. അവർക്ക് ഇപ്പൊ എന്തിന്റെ ആവശ്യമില്ല, അങ്ങനെ പുറത്തു വിടേണ്ട ഒരു കാര്യമില്ല. ആൻഡ് വേറൊന്ന്, പേഴ്സൺ കൺവിക്റ്റഡ് ഓഫ് ആൻ ഒഫൻസ് ഫോർ വിച്ച് പണിഷ്മെന്റ് ഓഫ് ഡെത്ത് ഹാസ് ബീൻ സ്പെസിഫൈഡ് ആസ് വൺ ഓഫ് ദ പണിഷ്മെന്റ്. ഇതാണ് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം അല്ലേ. ഇങ്ങനെ ഇതാണ് 433A നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം. ഇത്തരം ഗ്രേവ് ആയ ഒഫൻസസ് ഒക്കെ ആണെങ്കിൽ അവരെ 15 അല്ല 20 കൊല്ലം അവര് ഈ പറയുന്ന ജയിലിൽ കിടന്നാലും അവർക്ക് ഇത്തരം റൈറ്റുകൾ കൊടുക്കാൻ പറ്റൂ എന്നുള്ളത് ഒരുപാട് ചർച്ചകൾക്കും ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷന് ശേഷം മാത്രമേ തീരുമാനിക്കാൻ പാടൂ എന്നാണ് ഗവൺമെന്റും പറയുന്നത്, സെൻട്രൽ ഗവൺമെന്റും പറയുന്നത്. മാത്രമല്ല, പേഴ്സൺസ് കൺവിക്റ്റഡ് വിത്ത് ആൻ ഒഫൻസ് ഓഫ് ലൈഫ് ഇംപ്രിസൺമെന്റ്. ലൈഫ് ഇംപ്രിസൺമെന്റ് ശിക്ഷ കിട്ടിയ ആൾക്കാർ, അല്ലെങ്കിലോ those convicted for terrorist activities, dowry death, rape, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, പോക്സോ, NDPS ആക്ട് പോലെയുള്ള ആക്ടുകൾ, ഇത്തരം കാര്യങ്ങൾക്കാണ് ഒരാൾ ശിക്ഷിക്കപ്പെട്ടെങ്കിൽ അവരെ റിമിഷൻ നടത്തേണ്ട കാര്യമില്ല എന്നാണ് സെൻട്രൽ ഗവൺമെന്റ് ഗൈഡ് ലൈൻസും പറയുന്നത്. എന്നിട്ടുമാണ് ഇവരെ പുറത്തുവിട്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം റേപ്പ് ഒരു ഒഫൻസ് അവിടെ ഉണ്ടായിരുന്നു, മർഡർ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് എന്ന കാര്യത്തിലാണ് ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നതെങ്കിലും നമ്മൾ വേറെ കാര്യം കൂടെ ചിന്തിക്കണം, അല്ലെങ്കിൽ വേറെ കാര്യം കൂടെ ഇതിൽ റീതിങ്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. ഇനി ആര് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് ആയാലും ഇവർക്ക് ഈ പർട്ടിക്കുലർ കേസിൽ അവർക്ക് റിമിഷൻ കിട്ടാനുള്ള അവകാശമുണ്ടോ എന്നുള്ളത് തന്നെ എന്താണ് വീണ്ടും കോടതി ഇന്റർപ്രറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് തീരുമാനിച്ചാലും. ആൻഡ് സുപ്രീം കോടതി ചില ഒബ്സർവേഷൻസ് ഈ ഒരു കേസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ജനുവരി 8 തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ലൈക്ക് ഗുജറാത്ത് ഗവൺമെന്റ് ഡിഡ് നോട്ട് ഹാവ് ദ ജൂറിസ്ഡിക്ഷൻ ടു ഡിസൈഡ് ഓൺ ദ റിമിഷൻ ടു കൺവിക്ട് സെന്റൻസ്ഡ് ഇൻ മഹാരാഷ്ട്ര. അതായത് മഹാരാഷ്ട്രയിൽ കൺവിക്റ്റഡ് ആയ ആൾക്കാരെ അല്ലെങ്കിൽ അവരുടെ ശിക്ഷ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ റിമിഷൻ തീരുമാനിക്കാൻ വേണ്ടിയുള്ള അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് അല്ല ആര്? ഗുജറാത്ത് ഗവൺമെന്റ് എന്നുള്ള 432 നമ്മൾ ആ വാക്ക് കണ്ടു, അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ്. ആ ഗവൺമെന്റ് അല്ല ആര് ഈ ഒരു കേസിൽ ഗുജറാത്ത് ഗവൺമെന്റ് എന്നുള്ളത്. മാത്രമല്ല കോടതി എന്താ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവരോട് തിരിച്ചു പോകാൻ പറഞ്ഞു. പക്ഷെ അതിനുശേഷം കോടതി അവരുടെ ലിബർട്ടി എന്ന ആശങ്കയെയും ആവശ്യങ്ങളെല്ലാം കോടതി പൊളിച്ചു കൊടുക്കുന്നുണ്ട് ഇന്നലത്തെ വിധിയിൽ. ലൈക്ക് കോടതി പറഞ്ഞൊന്ന് ശ്രദ്ധിച്ചേ, ദി വെരി എക്സിസ്റ്റൻസ് ഓഫ് ദി റൂൾ ഓഫ് ലോ. നമ്മൾ റൂൾ ഓഫ് ലോ എന്നുള്ള നിയമവാഴ്ച എന്നുള്ളത് ആർട്ടിക്കിൾ 14 അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 14 പറയുന്ന റൈറ്റ് ടു ഇക്വാളിറ്റി ഓർ ഇക്വാലിറ്റി ബിഫോർ ദി ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നതിൽ നിന്നെല്ലാം വരുന്ന ഇന്ത്യൻ പൊളിറ്റിയിലെ ഈ റൂൾ ഓഫ് ലോ എന്നുള്ള ആ ഒരു കാര്യത്തെ അതിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ദി എക്സിസ്റ്റൻസ് ഓഫ് റൂൾ ഓഫ് ലോ ആൻഡ് ദ ഫിയർ ഓഫ് ബീയിങ് ബ്രോട്ട് ടു ബുക്ക് ഓപ്പറേറ്റ്സ് ആസ് എ ഡിറ്ററന്റ് ടു ദോസ് ഹു ഹാവ് നോ സ്ക്രപ്ലസ് ഇൻ കില്ലിംഗ് അതേഴ്സ് ഇഫ് ഇറ്റ് സ്യൂട്ട്സ് ദെയർ എൻഡ്സ്.
പക്ഷേ എത്ര ഭംഗിയായിട്ടാണ് കോടതി പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. അതായത് റൂൾ ഓഫ് ലോ എന്നത് അല്ലെങ്കിൽ ലിബർട്ടി എന്നുള്ള ആശയങ്ങളെല്ലാം റൂൾ ഓഫ് ലോയുടെ മേലെ വെക്കണോ എന്നുള്ളത് ഓരോരോ സന്ദർഭത്തിൽ മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ. മാത്രമല്ല ആർട്ടിക്കിൾ 142 പോലെയുള്ള കോടതിയുടെ സവിശേഷ അധികാരങ്ങൾ ഉപയോഗിച്ചൊരു കംപ്ലീറ്റ് ജസ്റ്റിസ് കൊടുക്കേണ്ട സന്ദർഭമൊന്നും ഈ ഒരു കാര്യത്തിൽ ഇല്ല. ഈ ഒരു കൺവിക്സിന് അതിനുള്ള അവകാശം ഇല്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ആൻഡ് കോടതി അത് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞ് ഇവരോട് തിരിച്ച് ജയിലിലോട്ട് പോകാൻ. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു എന്താ പറയുക ഒരുപാട് പേർക്ക് പ്രചോദനമാകുന്ന ഇത്തരത്തിലുള്ളൊരു നിയമ പോരാട്ടം നടത്തിക്കൊണ്ടേയിരിക്കുന്ന, ഒന്നാലോചിച്ച് അവരവർ ആ ലൈഫിൻ്റെ ആ ഒരു ഏജിൽ തുടങ്ങിയിട്ട് ഈ 16-17 കൊല്ലത്തോളം അവർ ഈ പോരാട്ടം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. സോ അവരുടെ വാക്കുകളിലൂടെ പറയുവാണെങ്കിൽ, അതായത് ഈ ബിൽക്കിസ് ബാനുയുടെ വാക്കുകളിലൂടെ പറയുവാണെങ്കിൽ, ഇവൻ ആസ് ഐ അബ്സോർബ് ദി ഫുൾ മീനിങ് ഓഫ് ദിസ് വെർഡിക്ട് ഫോർ മൈ ഓൺ ലൈഫ് ആൻഡ് ഫോർ മൈ ചിൽഡ്രൻസ് ലൈഫ്സ്, ദി ദുആ ദാറ്റ് എമർജസ് ഫ്രം മൈ ഹേർട്ട് ടുഡേ ഈസ് സിമ്പിൾ, ദി റൂൾ ഓഫ് ലോ എബവ് ഓൾ എൽസ് ആൻഡ് ഇക്വാലിറ്റി ബിഫോർ ദി ലോ ഫോർ ഓൾ. മനസ്സിലല്ലേ? അതായത് നിയമവാഴ്ച എന്നതിൽ റൂൾ ഓഫ് ലോ എന്നുള്ളത് തന്നെയാണ് എന്ത് എബവ് ഓൾ, എല്ലാതിനും മുകളിൽ അത് തന്നെ നിൽക്കണം. കാരണം നിയമത്തിനെതിരായിട്ട് ഡിസ്ക്രിഷണറി കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഗവൺമെൻറ്റുകൾക്കും ഇവിടെ എന്താ പറയുക അതിനുള്ളൊരു അവസരം ഉണ്ടാകരുത് ഈ നാട്ടിൽ. മാത്രമല്ല ആൻഡ് ഇക്വാലിറ്റി എബോവ് ഇക്വാലിറ്റി ബിഫോർ ദി ലോ എന്നുള്ളത് എന്തായിരിക്കണം, എല്ലാറ്റിനും മുകളിൽ തന്നെ നിൽക്കണം. നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. ഓർഡിനറി ലോ ഷുഡ് ബി ഒരുപോലെ തന്നെ ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യണം എല്ലാ ആൾക്കാരും മുകളിൽ. അവരിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കേസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഓരോ ആൾക്കാർക്കും ലിബർട്ടിയും ഫ്രീഡവും എല്ലാം ഉണ്ട്. പക്ഷെ അതിനെല്ലാം ഉപരി നാടിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റി നിലനിൽക്കേണ്ട ചില നിയമത്തിൻ്റെ അല്ലെങ്കിൽ നിയമം ഉള്ളത് കൊണ്ട് മാത്രം സൊസൈറ്റി നിലനിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒന്നും എന്തുണ്ടാവരുത്, ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്നോ സിറ്റിസൺസിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തലൂടെയാണ് കോടതി ഈ ഒരു കേസിലൂടെ ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കേസിനെ കുറിച്ചും അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായ റീസെൻറ്റ് ഡെവലപ്മെൻറ്റുകളെ കുറിച്ചും പറഞ്ഞത്. അതൊരു അക്കാഡമിക് പെർസ്പെക്റ്റീവിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലാതെ ഈ ഒരു നാട്ടിൽ ജീവിക്കുന്ന കോമൺ മാൻ എന്ന രീതിയിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റിസ് ഡെലിവേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങി. അതുപോലെ തന്നെ നിങ്ങളുടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളെ പഠനത്തോടും നിങ്ങൾ ജസ്റ്റിസ് ചെയ്യേണ്ട ഒരു സമയമാണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ ഇപ്പോൾ പറയുന്ന ഇപ്പോൾ PSC എക്സ്പീരിയൻസ് ആണെങ്കിൽ വളരെ കുറച്ച് സമയം നിങ്ങളുടെ മുന്നിലുള്ളൂ ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വലിയൊരു പാഠഭാഗങ്ങൾ പഠിച്ചെടുക്കാൻ. സോ അത് പെട്ടെന്ന് ചെയ്യുക. ആൻഡ് കേസ് മെൻറ്ററും ബാച്ച് തുടങ്ങിയിരിക്കുകയാണ്. ജാനുവരി 17 നമ്മുടെ ഡിഗ്രി ലെവൽ എല്ലാ ബാച്ചുകളും സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നിങ്ങൾ നിങ്ങളുടെ പഠനത്തോട് ജസ്റ്റിസ് ചെയ്തുകൊണ്ട് വരുന്ന ലിസ്റ്റുകളിലെല്ലാം കയറട്ടെ എന്നുകൂടി ഈ ഒരു സമയത്ത് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.